നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. H1N1 ബാധിച്ച് കുന്നംകുളത്ത് വീട്ടമ്മ മരിച്ചു. കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ പൊന്നാനി സ്വദേശിനി തരീക്കണക്കം വീട്ടിൽ അഹമ്മദ് അഷ്റഫിന്റെ ഭാര്യ 46 വയസ്സുള്ള സൈഫുന്നീസയാണ് മരിച്ചത്. തൃശൂർ കുറ്റിപ്പുറം റൂട്ടിൽ സ്വകാര്യ ബസ് ജീവനക്കാർ നടത്തുന്ന സമരം ഭാഗികം. ഗതാഗത യോഗ്യമല്ലാത്ത വിധം റോഡ് തകർന്നതിൽ പ്രതിഷേധിച്ച് ബുധനാഴ്ച ഈ റൂട്ടിൽ സ്വകാര്യ ബസ് ജീവനക്കാർ പ്രഖ്യാപിച്ച സമരത്തിൽ നിന്ന് ഒരു വിഭാഗം വിട്ടുനിന്നു. പണിമുടക്കിയ തൊഴിലാളികളുടെ നേതൃത്വത്തിൽ ചൂണ്ടൽ മുതൽ കൈപ്രമ്പ് വരെ പ്രതിഷേധ ജാഥ നടത്തി. ശക്തമായ മഴ തുടരുന്നു. വളയംകുളത്ത് ബസ് കാത്തിരിപ്പ് കേന്ദ്രം ശക്തമായ കാറ്റിൽ തകർന്നു. മഴക്കെടുതിയെ തുടർന്ന് വേലൂർ പഞ്ചായത്തിലെ 5 കുടുംബങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റി. ദുരിതാശ്വാസ ക്യാമ്പ് തുടങ്ങിയത് തയ്യൂർ സ്കൂളിൽ. അമേച്ചർ നാടകരംഗത്തും സാംസ്കാരിക പ്രവർത്തന രംഗത്തും സമാനതകളില്ലാത്ത പ്രവർത്തനം കാഴ്ചവെച്ച് അരങ്ങൊഴിഞ്ഞ ആത്രപ്പുള്ളി നാരായണന് നാട് യാത്രാമൊഴിയേകി. സമൂഹത്തിന്റെ നാനാതുറകളിലുള്ള നിരവധി പേർ അന്തിമോപചാരം അർപ്പിച്ചു. സംസ്കാരം ഗുരുവായൂർ നഗരസഭ ക്രിമിറ്റോറിയത്തിൽ നടന്നു. 60ന്റെ നിറവിൽ ശ്രീകൃഷ്ണ. വജ്രജൂബിലി ആഘോഷങ്ങൾക്ക് പ്രൌഢഗംഭീര തുടക്കം. അരിയന്നൂർ കുന്നിൻമുകളിലെ ശ്രീകൃഷ്ണ കലാലയത്തിന്റെ 60ാം വാർഷികാഘോഷത്തിന് വൈവിധ്യമാർന്ന പരിപാടികളോടെയാണ് തുടക്കമായത്. വാർത്തകൾ വിശദമായി. H1N1 ബാധിച്ച് വീട്ടമ്മ മരിച്ചു. കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് H1N1 ബാധിച്ച് പൊന്നാനി സ്വദേശിനി തരീക്കണക്കം വീട്ടിൽ അഹമ്മദ് അഷ്റഫിന്റെ ഭാര്യ 46 വയസ്സുള്ള സൈഫുന്നീസ മരിച്ചത്. പനിയെ തുടർന്ന് ഞായറാഴ്ച കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സൈഫുന്നീസ ഇന്ന് രാവിലെ 10 മണിയോടെയാണ് മരിച്ചത്. ആശുപത്രിയിൽ നടത്തിയ പരിശോധനകളിൽ H1N1 ബാധിച്ചതെന്ന് കണ്ടെത്തിയിരുന്നു. തൃശൂർ കുറ്റിപ്പുറം റൂട്ടിൽ സ്വകാര്യ ബസ് ജീവനക്കാർ നടത്തുന്ന സമരം ഭാഗികം. ഗതാഗത യോഗ്യമല്ലാത്ത വിധം റോഡ് തകർന്നതിൽ പ്രതിഷേധിച്ച് ബുധനാഴ്ച ഈ റൂട്ടിൽ സ്വകാര്യ ബസ് ജീവനക്കാർ പ്രഖ്യാപിച്ച സമരത്തിൽ നിന്ന് ഒരു വിഭാഗം വിട്ടുനിന്നു. വലിയ ഗർത്തങ്ങൾ നിറഞ്ഞ റോഡിലൂടെയുള്ള യാത്ര ഏറെ ദുഷ്കരമായ സാഹചര്യത്തിലാണ് ബസ് തൊഴിലാളികൾ സമരവുമായി രംഗത്തെത്തിയത്. റോഡ് തകർന്ന് തരിപ്പണമായി കിടക്കുന്നതിനാൽ അനുവദിച്ച സമയക്രമത്തിൽ ഓടിയെത്താനാകാത്തതും കുഴികളിൽ വീണ് ദിവസവും സ്പെയർ പാർട്സുകൾ മാറുന്നതും വൻ സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. റോഡ് ഈ നിലയിലായിട്ട് മാസങ്ങൾ പിന്നിട്ടുവെങ്കിലും പൊതുമരാമത്ത് വകുപ്പിന്റെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയും ഉണ്ടാകാത്തത് വ്യാപക പ്രതിഷേധത്തിനിടയാക്കിയിരുന്നു. പ്രതിഷേധങ്ങൾ കനക്കുകയും മുഖ്യമന്ത്രി കുഴികളെ പേടിച്ച് വഴിമാറിപ്പോവുകയും ചെയ്ത സാഹചര്യത്തിൽ 28 ലക്ഷം രൂപ അറ്റകുറ്റപ്പണിക്കായി അനുവദിച്ചിരുന്നു. നല്ല മഴ പെയ്യുന്ന സമയത്ത് കുഴികളിൽ കോറി വേസ്റ്റിട്ട് പൊതുമരാമത്ത് വകുപ്പ് അനുവദിച്ച തുക പുട്ടടിക്കുന്ന സ്ഥിതിവിശേഷമാണ് ഉണ്ടായത്. മഴയിൽ മണ്ണൊഴുകിപ്പോയതോടെ വലിയ പാറക്കല്ലുകൾ മാത്രമാണ് കുഴികളിൽ അവശേഷിക്കുന്നത്. നിരവധിയായ പരാതികൾ ഉയർന്നിട്ടും തിരിഞ്ഞു നോക്കാത്ത അധികാരികൾക്കെതിരെയുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് തൃശൂരിൽ നിന്നും വിവിധ റൂട്ടുകളിൽ സർവീസ് നടത്തുന്ന ഒരു വിഭാഗം ബസ് തൊഴിലാളികൾ പണിമുടക്കുമായി രംഗത്തെത്തിയത്. തൃശൂരിൽ നിന്നും കോഴിക്കോട്, കുന്നംകുളം, ഗുരുവായൂർ, പാവർട്ടി എന്നീ റൂട്ടിലോടുന്ന ബസ്സുകളിലെ തൊഴിലാളികളാണ് പണിമുടക്കിൽ പങ്കെടുത്തത്. രാവിലെ പണിമുടക്കിയ തൊഴിലാളികളുടെ നേതൃത്വത്തിൽ ചൂണ്ടൽ മുതൽ കൈപ്രമ്പ് വരെ പ്രതിഷേധ ജാഥയും സംഘടിപ്പിച്ചു. സർവീസ് നടത്താൻ ഒരു മാർഗവും ഇല്ലാത്ത സാഹചര്യത്തിലാണ് തൊഴിലാളികൾ പണിമുടക്കിന് തയ്യാറായതെന്ന് തൊഴിലാളികൾ പറഞ്ഞു. ഒരു ദിവസം 5ഉം 10ഉം പ്രാവശ്യം കുഴികളിൽ ചാടി ബസ് ജീവനക്കാരിൽ പലരും രോഗികളായി മാറിയിരിക്കുകയാണ്. കുഴികളിൽ താൽക്കാലികമായെങ്കിലും അടച്ച് റോഡ് ഗതാഗത യോഗ്യമാക്കി തരണമെന്ന അപേക്ഷയാണ് തങ്ങൾക്കുള്ളതെന്നും തൊഴിലാളികൾ വ്യക്തമാക്കി. ഒരുപാട് ബുദ്ധിമുട്ട് സഹിച്ചിട്ടാണ് ഞങ്ങൾ ഇതിൽക്കൂടെ പോകുന്നത്. ഒരു പ്രാവശ്യം യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് എത്ര പോലെ വിഷമ കാര്യങ്ങളുണ്ടാവും. ഞങ്ങളതല്ല 5-10 പ്രാവശ്യമാണ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോണത്. അപ്പം അതുകൊണ്ട് ഞങ്ങൾ രാഷ്ട്രീയം നോക്കാതെ ഞങ്ങൾ ഇതിനെ പ്രതിഷേധിക്കുകയാണ് ഞങ്ങളുടെ കടമ. പിന്നെ ഞങ്ങൾ ഇതിന് റോഡ് ബ്ലോക്കായി കുഴിയാൻ കാരണം ഞങ്ങൾ പല വഴിക്ക് പോകുമ്പോൾ അതിന് ഞങ്ങൾക്ക് നിയമപാലികരിൽ നിന്ന് പല ബുദ്ധിമുട്ടും പഴയടക്കം ഞങ്ങൾക്ക് കിട്ടാറുണ്ട്. അപ്പോൾ അത് സഹിച്ചിട്ടാണ് ഞങ്ങൾ. കാരണം ഇതിലുള്ള എല്ലാ തൊഴിലാളികളും എല്ലാവരും തികഞ്ഞവരില്ല. കാരണം വെച്ചാൽ ഒരുപാട് ആൾക്കാർക്ക് അസുഖം, ബുദ്ധിമുട്ട്, വിഷമങ്ങൾ, ഒരുപാട് അസുഖങ്ങൾ. സ്വതന്ത്ര യൂണിയനിൽപ്പെട്ട തൊഴിലാളികളുടെ നേതൃത്വത്തിലായിരുന്നു ബുധനാഴ്ച സമരം സംഘടിപ്പിച്ചത്. CITU, BMS, INTUC സംഘടനകൾ സമരത്തിൽ പങ്കെടുത്തിരുന്നില്ല. CCTV ന്യൂസ്, കേച്ചേരി.
ഗുരുവായൂർ സബ് ഡിവിഷനിലെ വിവിധ സ്റ്റേഷനുകളിൽ മയക്കുമരുന്നടക്കമുള്ള നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ യുവാവിനെ കാപ്പ നിയമപ്രകാരം അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. ചാവക്കാട് പുത്തൻകടപ്പുറം താഴത്ത് വീട്ടിൽ 24 വയസ്സുള്ള വലിയോൻ എന്ന റിൻഷാദിനെയാണ് കളക്ടറുടെ കാപ്പ പ്രകാരമുള്ള കരുതൽ തടങ്കൽ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ തൃശൂർ സിറ്റി ജില്ലാ പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോയുടെ നിർദ്ദേശപ്രകാരം അറസ്റ്റ് ചെയ്തത്. അർഷാദ്, വല്യോൻ എന്നീ പേരുകളിലും അറിയപ്പെടുന്ന റിൻഷാദിനെ കാപ്പ നിയമപ്രകാരം ജില്ലയിൽ പ്രവേശിക്കരുതെന്ന തൃശൂർ റേഞ്ച് ഡിഐജിയുടെ ഉത്തരവ് ലംഘിച്ചതിനെ തുടർന്ന് മുമ്പ് ജയിലിലടച്ചിരുന്നു. കഴിഞ്ഞ ആഴ്ചയാണ് ജയിൽ മോചിതനായത്. അറസ്റ്റ് ചെയ്ത പ്രതിയെ വിയൂർ സെൻട്രൽ ജയിലിൽ എത്തിച്ച് കരുതൽ തടങ്കലിലാക്കി. ഗുരുവായൂർ ACP TS സിനോജിന്റെ നേതൃത്വത്തിൽ ചാവക്കാട് CI VV വിമൽ, സബ് ഇൻസ്പെക്ടർ KR റെമിൻ, CPOമാരായ വിനോദ്, ബൈജു, റോബർട്ട്, അനൂപ് എന്നിവരടങ്ങുന്ന സംഘമാണ് ഇയാളെ താമസ സ്ഥലത്ത് നിന്നും കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് ചെയ്തത്. പരാതി നൽകിയിട്ടും മുറിച്ചുമാറ്റാത്ത ഭീമൻ മരം വീണ് വീടും മതിലും തകർന്നു. കനത്ത മഴയിലും കാറ്റിലുമാണ് പെരുമ്പിലാവിൽ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിന്നിരുന്ന വർഷങ്ങൾ പഴക്കമുള്ള കൂറ്റൻ വേങ്ങമരം വീണ് നാശനഷ്ടങ്ങൾ സംഭവിച്ചത്. ഈ സമയത്ത് വീടിന് പുറത്ത് ആളില്ലാത്തതിനാൽ വൻ അപകടം ഒഴിവായി. മണിയറക്കോട് തെക്കത്തുവളപ്പിൽ അബ്ദുൾ ഗഫൂറിന്റെ വീടിന് മുകളിലേക്കാണ് മരം കടപുഴകി വീണത്. 30 മീറ്ററോളം നീളമുള്ള കൂറ്റൻ മരം വീടിന്റെ 2 ഭാഗത്തെ ചുറ്റുമതിലും വിറകുപുരയും പുറകിലെ വീടിനോട് ചേർന്ന് നിർമ്മിച്ച ഷെഡും തകർന്നു. ലക്ഷങ്ങളുടെ നഷ്ടമാണ് മരം വീണതിനെ തുടർന്ന് ഉണ്ടായിട്ടുള്ളതെന്ന് വീട്ടുടമ പറഞ്ഞു. 4 വർഷത്തോളമായി മരം തന്റെ വീട്ടിലേക്ക് വീഴുമെന്ന ആശങ്കയിൽ വീട്ടുടമസ്ഥൻ പഞ്ചായത്തിലും വില്ലേജിലും പരാതിയുമായി കയറിയിറങ്ങിയിട്ടും മരത്തിന്റെ ഉടമസ്ഥൻ മരം മുറിച്ചു മാറ്റാനോ വീട്ടുടമയുടെ പരാതി പരിഹരിക്കുവാനോ മുതിരാത്തതാണ് ഇപ്പോൾ മരം വീണ് നഷ്ടമുണ്ടാകുവാൻ കാരണമായതെന്നും വീട്ടുടമ പറഞ്ഞു. നിരവധി തവണ പഞ്ചായത്ത് അധികൃതരും വില്ലേജ് അധികാരികളും വീടിന്റെ അതിർത്തിയിൽ വീഴാനായി നിൽക്കുന്ന മുഴുവൻ മരങ്ങളും മുറിച്ചു മാറ്റണമെന്ന് മരത്തിന്റെ ഉടമസ്ഥനോട് ആവശ്യപ്പെട്ടിട്ടും നിരസിക്കുകയാണ് ഉണ്ടായത്. സ്ഥലം കടവല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ സന്ദർശിച്ചു. തിങ്കളാഴ്ച വൈകിട്ട് 3-ന് വീടിന് മുകളിലേക്ക് വീണ മരം ബുധനാഴ്ചയായിട്ടും മുറിച്ചു നീക്കുകയോ എടുത്തുമാറ്റുകയോ ചെയ്യാത്തതിനാൽ പോലീസിൽ പരാതി നൽകുമെന്നും വീട്ടുടമ പറഞ്ഞു. കളക്ടറേറ്റിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു, പിന്നെ താലൂക്കിൽ കൊടുത്തു, വില്ലേജിൽ കൊടുത്തു. നടപടിയൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. 2024 വരെ, കഴിഞ്ഞ 23 വരെ ലാസ്റ്റ് വരെ അതിനും പരാതി കൊടുത്തിട്ടുണ്ട്. അവർ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചിട്ട് അന്വേഷിക്കാറുണ്ട്, മുറിച്ചാറില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരാരും വഴിക്ക് വരാറുമില്ല, ഒന്നുമില്ല. മരം നമ്മുടെ വീടിന് ഭീഷണി വീണ്, ഇനി ബാക്കിയുള്ള മരങ്ങളെല്ലാം നമ്മുടെ വീടിന് ഭീഷണിയായിട്ടാണ് നിൽക്കുന്നത്. അപ്പം അതിന് വേണ്ട നടപടി ഞങ്ങൾക്ക് എടുത്ത് കിട്ടുന്നുണ്ടെന്നുള്ളത്. CCTV ന്യൂസ്, പെരുമ്പിലാവ്. അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരം മുറിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ട് 67കാരന്റെ ഒറ്റയാൾ സമരം. സംസ്ഥാനപാതയിൽ പെരുമ്പിലാവ് അൻസാർ സ്കൂൾ ബസ് സ്റ്റോപ്പിന് സമീപമാണ് ഏത് നിമിഷവും നിലം പൊത്താറായ രീതിയിൽ പാഴ്മരം നിൽക്കുന്നത്. വൈകുന്നേരങ്ങളിൽ സ്കൂൾ വിദ്യാർത്ഥികളടക്കം നിരവധി പേരാണ് മരത്തിനു ചുവട്ടിൽ സ്ഥിതി ചെയ്യുന്ന ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുന്നത്. മരം വീണ് അപകടങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് അധികൃതർ മരം മുറിച്ചു മാറ്റാൻ തയ്യാറാകണമെന്നാവശ്യപ്പെട്ടാണ് പ്രദേശവാസിയായ 67കാരൻ മൂഞ്ഞാർ ബാബു മരത്തിനു ചുവട്ടിൽ മണിക്കൂറുകളോളം ഒറ്റയാൾ സമരം നടത്തിയത്. ഞാനിതിന് മുമ്പും പലരോടും പരാതി പറഞ്ഞിട്ടുള്ളതാണ്. അത് ഈ പൂമരത്തിൻ്റെ കൊമ്പ് ഇങ്ങനെ ഞാൻ കിടക്കണം കണ്ടപ്പോൾ എനിക്ക് കുട്ടികളെ ഇവിടെ ഇരിക്കണം കണ്ടപ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ട് തോന്നി. കാരണം സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ ഈ കുട്ടികളൊക്കെ ഇവിടെ അടിഞ്ഞുകൂടിയിരിക്കും. കുറേ നേരം കഴിഞ്ഞിട്ട് അവർ പോകുമല്ലോ. ആ സമയത്താണ് മഴയും കാറ്റും വീഴുകയാണെങ്കിൽ ഒരുപാട് കുട്ടികളുടെ അല്ല കുടുംബക്കാരെ കണ്ണീര് കാണിച്ചു. അതിൻ്റെ ഒരു മനവും വിഷമം അതല്ലേ. സ്വകാര്യ വ്യക്തികളുടെ സ്ഥലത്ത് അപകടകരമായ നിലയിൽ നിൽക്കുന്ന മരങ്ങൾ കാലവർഷക്കെടുതിയിൽ മറിഞ്ഞു വീണ് വ്യക്തിയുടെ ജീവനോ സ്വത്തിനോ അപകടം സംഭവിക്കാതിരിക്കാൻ മരങ്ങളുടെ ഉടമസ്ഥർ മുൻകൂട്ടി സ്വന്തം ചെലവിലും ഉത്തരവാദിത്തത്തിലും മരങ്ങൾ മുറിച്ചുമാറ്റി അപകട സാധ്യത ഒഴിവാക്കി കടവല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ അറിയിക്കണമെന്ന് സെക്രട്ടറി അറിയിച്ചു. മരങ്ങൾ മുറിച്ചുമാറ്റാത്ത പക്ഷം ഇതിന്മേലുണ്ടാകുന്ന സകലമാന നഷ്ടങ്ങൾക്കും ദുരന്ത നിവാരണ നിയമപ്രകാരം മരങ്ങളുടെ ഉടമസ്ഥർ മാത്രമായിരിക്കും ഉത്തരവാദിയെന്നും സെക്രട്ടറി വ്യക്തമാക്കി. ചാവക്കാട് നഗരസഭയുടെ കോർട്ട് റോഡിൽ വർഷങ്ങളോളം പഴക്കമുള്ള മരം കടപുഴകി വീണു. ബുധനാഴ്ച വൈകിട്ട് 3 മണിയോടെ വലിയ ശബ്ദത്തോടെ റോഡിന് കുറുകെ മരം വീഴുകയായിരുന്നു. ഈ സമയം ഇവിടെ ആരും ഇല്ലാതിരുന്നതിനാൽ വലിയ അപകടം ഒഴിവായി. സമീപമുള്ള ആശുപത്രിയിലേക്കും ഗുരുവായൂരിലേക്കും എളുപ്പം എത്തിച്ചേരാവുന്ന റോഡാണിത്. 3 വൈദ്യുതി പോസ്റ്റുകളും ഒരു CCTV ക്യാമറയും തകർന്നു. ഗുരുവായൂർ ഫയർഫോഴ്സും ചാവക്കാട് നഗരസഭയുടെ കൌൺസിലർമാരുടെ നേതൃത്വത്തിലുള്ള സംഘവും ചേർന്ന് മരം മുറിച്ചുമാറ്റി ഗതാഗത സൗകര്യം പുനഃസ്ഥാപിച്ചു. കുറ്റിപ്പുറം വളയംകുളം തൃശൂർ പാതയിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രം ശക്തമായ കാറ്റിൽ തകർന്നു. വൻ അപകടം ഒഴിവായി.
ബുധനാഴ്ച രാവിലെയായിരുന്നു സംഭവം. നിലവിൽ 3 പേർ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ ഉണ്ടായിരുന്നെങ്കിലും തകരുന്ന ശബ്ദം കേട്ട് ഓടി മാറിയതിനാൽ അപകടം ഒഴിവായി. നിരവധി സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളാണ് ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തെ ആശ്രയിച്ചിരുന്നത്. 6 മാസത്തിലധികമായി കാത്തിരിപ്പ് കേന്ദ്രം തകർച്ചയുടെ വക്കിലായിരുന്നു. നിരവധി തവണ നാട്ടുകാർ പരാതി പറഞ്ഞിട്ടും അധികൃതർ നടപടിയെടുത്തില്ലെന്ന് പറയുന്നു. ഷോപ്പിലുണ്ടായിരുന്നേ അവർ 3 ആളും കൂടി ഈ ചായക്കടയിലേക്ക് ഓടി കയറി ചെയ്ത് അതോട് കൂടിയിട്ട് അമ്മ കണ്ട് വന്ന് വീണതാണ്. 6 മാസത്തിലേറെയായി ഇതിങ്ങനെ തകർന്ന് കിടത്തി തുടങ്ങിയിട്ട് 6 മാസമായി. ഒരു പത്രത്തിലും ഇതിലൊക്കെ കൊടുത്ത സംഭവം. അപ്പോൾ രാവിലെ സ്കൂൾ വിട്ട സമയമാണെങ്കിൽ ഇപ്പോൾ ഒരു 10-15. മഴക്കെടുതിയെ തുടർന്ന് വേലൂർ പഞ്ചായത്തിലെ 5 കുടുംബങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റി. തയ്യൂർ പള്ളിക്ക് സമീപം താമസിക്കുന്ന കുടുംബങ്ങളെയാണ് വീടുകളിലേക്ക് വെള്ളം കയറിയതിനെ തുടർന്ന് തയ്യൂർ സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിയത്. തയ്യൂർ മഠപ്പറമ്പിന് സമീപമുള്ള വെള്ളം ഒഴുകുന്ന തോട് നികത്തി റോഡാക്കിയതിനെ തുടർന്നാണ് മഴവെള്ളം വീടുകളിലേക്ക് കയറുന്ന അവസ്ഥയുണ്ടായത്. തയ്യൂർ മഠം അധികൃതർ തോട് നികത്തിയതായി കാണിച്ച് പ്രദേശവാസികൾ മുമ്പ് പലതവണ തഹസീൽദാർക്കും വില്ലേജ് പഞ്ചായത്ത് അധികാരികൾക്കും പരാതി നൽകിയിരുന്നു. ഇതിനെ തുടർന്ന് പഞ്ചായത്ത് സ്റ്റോപ്പ് മെമ്മോ നൽകിയിരുന്നെങ്കിലും ഇത് ലംഘിച്ചാണ് തോടടച്ച് കോൺക്രീറ്റ് ഇട്ട് റോഡ് നിർമ്മിച്ചത്. അതൊരു തോടുണ്ടായിരുന്നു. അതവിടെ ഒരു കന്യാസ്ത്രീ കൊടുത്ത സ്ഥലമാണത്. ഞങ്ങൾ കുറച്ച് വീട്ടുകാർ 10-21 വീട്ടുകാർ താമസിക്കുന്ന സ്ഥലമാണ്. ആ ഭാഗത്ത് കന്യാസ്ത്രീകൾ വന്നിട്ട് അവർ തോടായി കിടക്കുക കാലങ്ങളായിട്ട് തോടായിരിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അവരൊരാളുടെ അഭ്യർത്ഥന മാനിച്ച് അവരൊരു അടിയിലൊരു അടിയിട്ട് പൈപ്പ് ഇട്ടിട്ട് മുകളിൽ കോൺക്രീറ്റ് ചെയ്തു. നമ്മൾ അന്ന് പറഞ്ഞു ഇത് ഒരടിയുടെ പൈപ്പ് ഇട്ട് കോൺക്രീറ്റ് ചെയ്താൽ പോരാ, ഈ വെള്ളം നിൽക്കില്ല, ഇത്രയും ശക്തമായി വരുന്ന വഴിയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാലമായിട്ടുള്ള തോടാണ്. അവരവിടെ നിന്ന് പഞ്ചായത്തുമായിട്ടുള്ളൊരു ചെറിയ തർക്കമായി ബന്ധപ്പെട്ടിട്ട് അവർ മുഴുവൻ ഹൈറ്റിൽ ഒരടി പൈപ്പ് ഇട്ട് 4 പ്രാവശ്യം മഠത്തിലേക്ക് പോയി. 4-5 പ്രാവശ്യം മഠത്തിലേക്ക് ആട്ട് മണ്ണടിക്കാൻ പറഞ്ഞപ്പോൾ ഒരു വണ്ടി മണ്ണിട്ടു. അതുകൊണ്ട് നിൽക്കില്ലാതെ പറഞ്ഞപ്പോൾ ഈ പേര് പറഞ്ഞ് മഠത്തിലേക്ക് വരണ്ടാതെ പറഞ്ഞു. പിന്നെ ചെന്നപ്പോഴേ നമ്മുടെ വീട്ടിലാണ് ആദ്യം പൈപ്പ് ഇട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. നമ്മുടെ പറമ്പിലല്ലേ പൈപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ശക്തമായ മഴയെ തുടർന്ന് കുന്നിൽ നിന്നും വനപ്രദേശത്ത് നിന്നും ഒഴുകിവരുന്ന വെള്ളം വീടുകളിലേക്ക് കയറുകയായിരുന്നു. പൊതുപ്രവർത്തകനായ യേശുദാസ് പരാതിപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ തഹസിൽദാരുടെ നിർദ്ദേശപ്രകാരം പഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബിയുടെ നേതൃത്വത്തിൽ കുടുംബങ്ങളെ മാറ്റി പാർപ്പിക്കുകയായിരുന്നു. പോലീസും വില്ലേജ് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും ക്യാമ്പിലെത്തി. എരുമപ്പെട്ടി തയ്യൂർ ആലുക്കൽ ചിറ ഭാഗത്ത് പുഴയിൽ നിന്നും വെള്ളം കയറിയതിനെ തുടർന്ന് പാലത്തിന് സമീപം താമസിക്കുന്ന ഒരു കുടുംബത്തെ വാർഡ് മെമ്പർ MC ഐജുവിന്റെ നേതൃത്വത്തിൽ മാറ്റി താമസിപ്പിച്ചു. CCTV ന്യൂസ്, വേലൂർ. കടവല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്ര കവാടത്തിനരികിൽ മുറിച്ചിട്ട മരശിഖരങ്ങൾ നീക്കം ചെയ്തു. ആധുനിക രീതിയിൽ നിർമ്മാണം നടത്തിയ കല്ലുംപുറം പഴഞ്ഞി റോഡരികിലെ കാനയിലേക്ക് പടുകൂറ്റൻ ആൽമരത്തിന്റെ വേരിറങ്ങി കാനയിലെ നീരൊഴുക്ക് തടസ്സപ്പെടുത്തുന്നുവെന്നാരോപിച്ചാണ് പഞ്ചായത്ത് മരം മുറിച്ചത്. എന്നാൽ വലിയ മരശിഖരങ്ങൾ നീക്കം ചെയ്യാഞ്ഞത് മേഖലയിൽ കൂടുതൽ വെള്ളക്കെട്ടിനിടയാക്കി. പൊതുമരാമത്തിന് കീഴിലുള്ള മരം ലേലം വിളിക്കാൻ ആളില്ലാത്തതിനാലാണ് നീക്കം ചെയ്യാതിരുന്നത്. മഴ കനത്തതോടെ കാനയിൽ കിടക്കുന്ന മരശിഖരങ്ങൾ മേഖലയിൽ കൂടുതൽ വെള്ളക്കെട്ട് ഉണ്ടാക്കുന്നു എന്ന ആരോപണത്തെ തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ മരം ക്രെയിൻ ഉപയോഗിച്ച് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തേക്ക് മാറ്റി. ഇതോടെ കാനയിലെ നീരൊഴുക്കിനും റോഡിലെ വെള്ളക്കെട്ടിനും താൽക്കാലിക പരിഹാരമായി. കോലടി പഞ്ചായത്ത് 13-ാം വാർഡിൽ പാമ്പൂർമേൽ പാലത്തിന് സമീപം വീടുകളിൽ വെള്ളം കയറി. വീടുകളുടെ പുറകിൽ കൂടി പോകുന്ന തോട് പഞ്ചായത്ത് വർഷങ്ങളായി വൃത്തിയാക്കാത്തതാണ് വെള്ളം കയറാൻ കാരണമെന്ന് പരിസരവാസികൾ പറഞ്ഞു. വെള്ളം കയറിയ വീടുകളിൽ കോലഴി ആം ആദ്മി പാർട്ടി പ്രവർത്തകർ ശുചീകരണ പ്രവൃത്തികൾ നടത്തി. വെള്ളക്കെട്ട് ഒഴിവാക്കാനാവശ്യമായ നടപടികൾ എത്രയും പെട്ടെന്ന് പഞ്ചായത്ത് അധികൃതർ സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് ആം ആദ്മി പാർട്ടി വടക്കാഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് റോയ് പുറനാട്ടുകര, സെക്രട്ടറി സേവ്യർ സെബാസ്റ്റ്യൻ, ബിബിൻ മൈക്കിൾ എന്നിവർ പറഞ്ഞു. കുന്നംകുളം ആർത്താറ്റ് ഇറക്കത്ത് ബൈക്കും കാറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ബൈക്ക് യാത്രികന് പരിക്കേറ്റു. ചിറ്റഞ്ഞൂർ സ്വദേശി എഴുത്തുപുരയ്ക്കൽ വീട്ടിൽ 53 വയസ്സുള്ള സുരേഷിനാണ് പരിക്കേറ്റത്. ചൊവ്വാഴ്ച രാത്രി 7:30യോടെയായിരുന്നു അപകടം. കുന്നംകുളം ഭാഗത്തുനിന്ന് ഗുരുവായൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറും എതിർദിശയിൽ വരികയായിരുന്ന ബൈക്കും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. പരിക്കേറ്റ ബൈക്ക് യാത്രികനെ കുന്നംകുളം 108 ആംബുലൻസ് പ്രവർത്തകർ കുന്നംകുളം ദയ റോയൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽ ബൈക്ക് ഭാഗികമായി തകർന്നു. കുന്നംകുളം പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. 60ന്റെ നിറവിൽ ശ്രീകൃഷ്ണ വജ്രജൂബിലി ആഘോഷങ്ങൾക്ക് പ്രൗഢഗംഭീര തുടക്കം. അരിയന്നൂർ കുന്നിൻമുകളിലെ ശ്രീകൃഷ്ണ കലാലയത്തിന്റെ 60ാം വാർഷികാഘോഷത്തിനാണ് വൈവിധ്യമാർന്ന പരിപാടികളോടെ തുടക്കമായത്.
1964 സ്ഥാപിതമായ ശ്രീകൃഷ്ണ കോളേജിന്റെ വാർഷികം ബുധൻ, വ്യാഴം ദിവസങ്ങളിലായി വിവിധ പരിപാടികളോടുകൂടിയാണ് ആഘോഷിക്കുന്നത്. ബുധനാഴ്ച രാവിലെ കലാലയാങ്കണത്തിൽ പുതുക്കി നിർമ്മിച്ച ഗാന്ധി പ്രതിമയുടെ അനാച്ഛാദനത്തോടെയാണ് വാർഷികാഘോഷങ്ങൾക്ക് തുടക്കമായത്. ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ ഗാന്ധി പ്രതിമ അനാച്ഛാദനം ചെയ്തു. തുടർന്ന് മിനി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ PS വിജോയ് അധ്യക്ഷനായി. ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ വാർഷികാഘോഷത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സ്വാതന്ത്ര്യമുള്ളിടത്ത് മാത്രമേ വിജ്ഞാന ഉൽപാദനവും വിജ്ഞാന പ്രസരണവും ശരിയായ രീതിയിൽ നടക്കുകയുള്ളൂ എന്നതാണ് വാസ്തവമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. ശ്രീകൃഷ്ണ കോളേജ് ഈ കാര്യത്തിൽ മികച്ച മാതൃകയാണെന്നും മാനേജ്മെന്റിന്റെ അനാവശ്യമായ ഇടപെടൽ അധ്യാപകരെയും വിദ്യാർത്ഥികളെയും ബുദ്ധിമുട്ടിക്കാറില്ലെന്നും ദേവസ്വം ചെയർമാൻ കൂട്ടിച്ചേർത്തു. സ്വാതന്ത്ര്യമുള്ളിടത്ത് മാത്രമേ വിജ്ഞാന ഉൽപാദനവും വിജ്ഞാന പ്രസരണവും ശരിയായ രീതിയിൽ നടക്കുള്ളൂ എന്നുള്ളതാണ് വാസ്തവം. അങ്ങനെ നോക്കുമ്പോൾ ഈ കോളേജ് വിജ്ഞാന ഉൽപാദനത്തിനും വിജ്ഞാന പ്രസരണത്തിനും പറ്റിയ ഏറ്റവും നല്ല അന്തരീക്ഷമുള്ള ഒരു കോളേജാണ്. മാനേജ്മെൻറ്റിൻ്റെ അനാവശ്യമായിട്ടുള്ള ഇടപെടലുകൾ ഈ കോളേജിലെ അധ്യാപകരെയോ വിദ്യാർത്ഥികളെയോ സാധാരണ രീതിയിൽ ബുദ്ധിമുട്ടിക്കാറില്ല എന്നുള്ളതാണ് വാസ്തവം. കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയും പ്രശസ്ത ഗാനരചയിതാവുമായ BK ഹരിനാരായണൻ രചിച്ച് V ആദിത്യദേവ് പുന്നയൂർക്കുളം സംവിധാനവും ഐഡിയ സ്റ്റാർ സിംഗർ ഫെയും ശ്രീരാഗ് ഗുരുവായൂർ ആലാപനവും നിർവഹിച്ച കോളേജ് തീം സോങ് 60ന്റെ ഗാഥകൾ പ്രകാശനം നിർവഹിച്ചു. തുടർന്ന് കോളേജിന്റെ ആദ്യ മാഗസിൻ ഡിജിറ്റൽ രൂപത്തിൽ കോളേജ് ലൈബ്രറിയിലേക്ക് കൈമാറി. കോളേജ് വെബ്സൈറ്റിന്റെ ഔദ്യോഗിക ഉദ്ഘാടനവും ഡോക്ടർ VK വിജയൻ നിർവഹിച്ചു. പ്രശസ്ത സാഹിത്യകാരൻ പ്രൊഫസർ KV രാമകൃഷ്ണൻ, പ്രൊഫസർ NP നീലകണ്ഠൻ ഭട്ടതിരിപ്പാട്, പ്രൊഫസർ K രാഘവൻ, പ്രൊഫസർ P കേശവൻ നമ്പൂതിരി, പ്രൊഫസർ ഗോപികുട്ടൻ, പ്രൊഫസർ K ലീല, പ്രൊഫസർ ചന്ദ്രമണി, പ്രൊഫസർ കുമാരി തമ്പാട്ടി തുടങ്ങി 80 വയസ്സ് പിന്നിട്ട പൂർവ്വാധ്യാപകരെയും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലർ പ്രൊഫസർ K രവീന്ദ്രനാഥ്, പ്രൊഫസർ P ശങ്കരനാരായണൻ, പ്രൊഫസർ D ജയപ്രസാദ് എന്നീ മുൻ പ്രിൻസിപ്പാൾമാരെയും അനധ്യാപകരായ TK ബാലൻ, V ബാലചന്ദ്രൻ, K ഉണ്ണികൃഷ്ണൻ എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു. ഗുരുവായൂർ ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ VG രവീന്ദ്രൻ, KP വിശ്വനാഥൻ, പൂർവ്വ അധ്യാപക പ്രതിനിധി G ജയകൃഷ്ണൻ, പൂർവ്വ അനധ്യാപക പ്രതിനിധി ബാലസുബ്രഹ്മണ്യൻ, IQAC കോർഡിനേറ്റർ VN ശ്രീജ, കോളേജ് യൂണിയൻ ചെയർമാൻ RI ഇജാസ്, പ്രോഗ്രാം കമ്മിറ്റി ജനറൽ കൺവീനർ ഡോക്ടർ EK സുധ, കൺവീനർ ഡോക്ടർ ലക്ഷ്മി ശങ്കർ എന്നിവർ സംസാരിച്ചു. CCTV ന്യൂസ് കേച്ചേരി. പഴുന്നാനയിൽ ബസ് ഡ്രൈവറെ ആക്രമിച്ച പ്രതികളെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. പഴുന്നാന സ്വദേശികളായ പുഴങ്ങര ഇല്ലത്ത് വീട്ടിൽ ഫയാസ്, മണപ്പാട്ട് പറമ്പിൽ വീട്ടിൽ ഷാഫി എന്നിവരെയാണ് കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. കുന്നംകുളം പഴുന്നാന റൂട്ടിൽ സർവീസ് നടത്തുന്ന ഫിദമോൾ ബസ്സിലെ ഡ്രൈവർ ലിബീഷിനാണ് ക്രൂരമർദ്ദനമേറ്റത്. അമ്മേച്ചൂർ നാടകരംഗത്തും സാംസ്കാരിക പ്രവർത്തന രംഗത്തും സമാനതകളില്ലാത്ത പ്രവർത്തനം കാഴ്ചവെച്ച് അരങ്ങൊഴിഞ്ഞ ആത്രപ്പുള്ളി നാരായണന് നാട് യാത്രാമൊഴിയേകി. സമൂഹത്തിന്റെ നാനാതുറകളിലുള്ള നിരവധി പേർ അന്തിമോപചാരം അർപ്പിച്ചു. സംസ്കാരം ഗുരുവായൂർ നഗരസഭാ ക്രിമിറ്റോറിയത്തിൽ നടന്നു. സാമൂഹ്യ രാഷ്ട്രീയ കലാരംഗങ്ങളിൽ തിളങ്ങിയ പൊതുപ്രവർത്തകനായിരുന്ന ആത്രപ്പുള്ളി നാരായണൻ ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് കുന്നംകുളം മലങ്കര മെഡിക്കൽ മിഷൻ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്നലെ വൈകിട്ടാണ് അന്തരിച്ചത്. LDF ജില്ലാ കൺവീനറും CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ KV അബ്ദുൾ ഖാദർ, CPM ഏരിയ സെക്രട്ടറി TT ശിവദാസ്, വടക്കേക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് NMK നബീൽ, നടൻ ശിവജി ഗുരുവായൂർ, സംവിധായകരായ ഷൈജു അന്തിക്കാട്, റഷീദ് പാറയ്ക്കൽ, ആൻസൺ ആന്റണി, നാടകരചയിതാവ് ബാബു വയലത്തൂർ, നടി കൊച്ചിമേരി, CPM ലോക്കൽ സെക്രട്ടറി M ഷംസുദ്ദീൻ, പുന്നേർകുളം പ്രസ് ക്ലബ് സെക്രട്ടറി IB അബ്ദുറഹ്മാൻ, സഹയാത്രാ ട്രസ്റ്റ് പ്രതിനിധി രണദിവെ, സംഗീത സംവിധായകൻ ബിഷോയ് അനിയൻ തുടങ്ങിയവർ അന്തിമോപചാരം അർപ്പിച്ചു. CCTVക്ക് വേണ്ടി എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ KM എഡ്വിൻ, KC ജോസ്, CCTV ന്യൂസ് കോർഡിനേറ്റർ ജോസ് മാളിയേക്കൽ എന്നിവർ അന്തിമോപചാരം അർപ്പിച്ചു. വടക്കേക്കാട് ഞമ്മനേങ്ങാട് സ്വദേശിയായ നാരായണൻ വടക്കേക്കാട് ഗ്രാമപഞ്ചായത്ത് അംഗമായും CPIM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായും ചാവക്കാട് ഏരിയ കമ്മിറ്റി അംഗമായും പ്രവർത്തിച്ചിട്ടുണ്ട്. കലാരംഗത്ത് തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. നിരവധി അംഗീകാരങ്ങൾ നേടിയ ഞമ്മനേങ്ങാട് തിയേറ്റർ വില്ലേജ് ഗ്രൂപ്പ് എന്ന നാടക സംഘത്തിന്റെ സാരഥിയും സ്ഥാപകനുമായ അദ്ദേഹം നിരവധി നാടകങ്ങളിലും ഷോർട്ട് ഫിലിമുകളിലും ഏതാനും ചലച്ചിത്രങ്ങളിലും അഭിനയിച്ചു.
വ്യക്തിജീവിതത്തിൽ നേരിടേണ്ടി വന്ന ആകസ്മിക ദുരന്തങ്ങളിൽ തളർന്നെങ്കിലും കലയിലൂടെ ജീവിതത്തിലേക്ക് തിരിച്ചുവരികയായിരുന്നു നാരായണൻ. ഞമ്മനേങ്ങാട് തിയേറ്റർ വില്ലേജ് അവതരിപ്പിച്ച നാടകങ്ങൾ നിരവധി സംസ്ഥാന പുരസ്കാരങ്ങളും നിരൂപക ശ്രദ്ധയും നേടിയിരുന്നു. ഏകമകൻ സുനിൽ നാരായണന്റെ ആകസ്മിക വിയോഗം അദ്ദേഹത്തെ വല്ലാതെ തളർത്തിയെങ്കിലും കലയിലൂടെയാണ് അദ്ദേഹം തന്റെ വ്യക്തിജീവിതവും സാമൂഹിക ജീവിതവും തിരിച്ചുപിടിച്ചത്. ആശുപത്രി കിടക്കയിലാകും വരെ കലാരംഗത്ത് കർമ്മനിരതനായിരുന്നു ഞമ്മനേങ്ങാടിന്റെ സ്വന്തം നാരായണേട്ടൻ. CCTV ന്യൂസ്, പുന്നേർകുളം. ഞമ്മനേങ്ങാട് തിയേറ്റർ വില്ലേജ് സ്ഥാപക ചെയർമാൻ ആത്രപ്പുള്ളി നാരായണന്റെ നിര്യാണത്തിൽ അഞ്ഞൂർ ഭാഗ്യലക്ഷ്മി ഓഡിറ്റോറിയത്തിൽ അനുശോചന യോഗം ചേർന്നു. വടക്കേക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് NMK നബീൽ, നടൻ ശിവജി ഗുരുവായൂർ, സംവിധായകരായ ഷൈജു അന്തിക്കാട്, റഷീദ് പാറയ്ക്കൽ, ആൻസൺ ആന്റണി, നാടകരചയിതാവ് ബാബു വയലത്തൂർ, നടി കൊച്ചുമേരി, CPM ലോക്കൽ സെക്രട്ടറി M ഷംസുദ്ദീൻ, പുന്നേർകുളം പ്രസ് ക്ലബ് സെക്രട്ടറി IB അബ്ദുറഹ്മാൻ, CCTV പ്രോഗ്രാം ഡയറക്ടർ KC ജോസ്, സഹയാത്ര ട്രസ്റ്റ് പ്രതിനിധി രണദിവെ, സംഗീത സംവിധായകൻ ബിഷോയ് അനിയൻ, തിയേറ്റർ വില്ലേജ് സെക്രട്ടറി പ്രദീപ് നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. ആത്രപ്പുള്ളി നാരായണന്റെ നിര്യാണത്തിൽ അനുശോചിച്ച് CPM നേതൃത്വത്തിൽ യോഗം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് കോംപ്ലക്സിൽ നടന്ന യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് NMK നബീൽ അധ്യക്ഷത വഹിച്ചു. LDF ജില്ലാ കൺവീനർ KV അബ്ദുൽ ഖാദർ അനുസ്മരണ പ്രഭാഷണം നടത്തി. പുന്നേർകുളം പ്രസ് ക്ലബ് സെക്രട്ടറി IB അബ്ദുറഹ്മാൻ, CPM ഏരിയ സെക്രട്ടറി TT ശിവദാസൻ, CPI ലോക്കൽ സെക്രട്ടറി മനോജ്, V വിദ്യാധരൻ, ബ്ലോക്ക് മെമ്പർ ബിജു പള്ളിക്കര, വടക്കേക്കാട് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ ശ്രീധരൻ മാക്കാലിക്കൽ, റഷീദ്, വാർഡംഗങ്ങൾ, പൊതുപ്രവർത്തകർ, സാംസ്കാരിക പ്രവർത്തകർ തുടങ്ങിയവർ സംസാരിച്ചു. CPM ലോക്കൽ സെക്രട്ടറിമാരായ VV വിനോദ് സ്വാഗതവും M ഷംസുദ്ദീൻ നന്ദിയും പറഞ്ഞു. ഗുരുവായൂർ ദേവസ്വം രാമായണ മാസാചരണ പരിപാടികൾക്ക് തുടക്കമായി. ദേവസ്വം മതഗ്രന്ഥശാല, ചുമർചിത്ര പഠന കേന്ദ്രം എന്നിവയുടെ സഹകരണത്തോടെ വൈവിധ്യമാർന്ന പരിപാടികളോടെയാണ് ഇത്തവണയും രാമായണ മാസത്തെ വരവേൽക്കുന്നത്. ദേവസ്വം പുസ്തകശാലയിൽ നടന്ന രാമായണ മാസാചരണ പരിപാടികൾ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ ഉദ്ഘാടനം ചെയ്തു. ആധ്യാത്മിക പുസ്തകോത്സവത്തിന്റെ ഉദ്ഘാടനവും ഇതോടൊപ്പം നടന്നു. ദേവസ്വം അധ്യാത്മ രാമായണം, പഞ്ചാംഗം ഉൾപ്പെടെയുള്ള വിശിഷ്ട ഗ്രന്ഥങ്ങൾ വാങ്ങാൻ ഭക്തന്മാർക്കായി പ്രത്യേക കൗണ്ടർ, അപൂർവ താളിയോല ഗ്രന്ഥങ്ങൾ, രാമായണ ഗ്രന്ഥങ്ങളുടെ പ്രദർശനം എന്നിവയാണ് ഒരുക്കിയിട്ടുള്ളത്. ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിന് മുൻവശമാണ് പ്രദർശനം ഒരുക്കിയിട്ടുള്ളത്. രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി രാമായണം ദേശീയ സെമിനാർ, ചുമർചിത്ര പ്രദർശനം എന്നിവയും ഉണ്ടാകും. സ്വകാര്യ ടെലികോം കമ്പനികളുടെ നിരക്ക് വർധനവിനെതിരെ ഡിവൈഎഫ്ഐ ചാവക്കാട് ബ്ലോക്ക് കമ്മിറ്റി പ്രതിഷേധ പ്രകടനം നടത്തി. യുവജന പ്രതിഷേധം ഡിവൈഎഫ്ഐ ജില്ലാ വൈസ് പ്രസിഡന്റ് എറിൻ ആന്റണി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കമ്മിറ്റി അംഗം KS അനൂപ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം TG രഹന, ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി KU ജാബിർ, ബ്ലോക്ക് ട്രഷറർ TM ഷെഫീഖ് തുടങ്ങിയവർ സംസാരിച്ചു. കുന്നംകുളം കിഴൂർ ശ്രീ കാർത്യായനി ദേവി ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ഗജപൂജയും ആനയൂട്ടും നടന്നു. കർക്കിടക മാസാചരണത്തിന്റെ ഭാഗമായാണ് കിഴൂർ ശ്രീ കാർത്യായനി ദേവി ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ഗജപൂജയും ആനയൂട്ടും ഒരുക്കിയത്. വിശേഷാൽ ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കരകന്നൂർ വടക്കേടത്ത് നാരായണൻ നമ്പൂതിരി മുഖ്യ കാർമ്മികനായി. കൊച്ചിൻ ദേവസ്വം ബോർഡ് അംഗം പ്രേംരാജ് ചൂണ്ടാലാത്ത് ആദ്യ ഉരുള നൽകി ആനയൂട്ടിന് തുടക്കം കുറിച്ചു. കടവല്ലൂർ ദേവസ്വം ഓഫീസർ അന്തിക്കാട് രാമചന്ദ്രൻ, കുന്നംകുളം നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ PM സുരേഷ് എന്നിവർ പങ്കെടുത്തു. ആനയൂട്ടിൽ 22 ആനകൾ പങ്കെടുത്തു. ആനയൂട്ടിൽ പങ്കെടുത്തവർക്ക് ഗണപതി ഹോമത്തിന്റെ പ്രസാദവും ഊട്ടുപുരയിൽ പ്രഭാത ഭക്ഷണവും ഉണ്ടായിരുന്നു. സംഘാടക സമിതി ഭാരവാഹികളായ ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് PG റോയ്, സെക്രട്ടറി മധു K നായർ, ട്രഷറർ K ദിനേഷ് കുമാർ, ജോയിന്റ് സെക്രട്ടറി MP പ്രകാശ്, സംയുക്ത ഉത്സവ സമിതി പ്രസിഡന്റ് ദിവാകരൻ, സെക്രട്ടറി C പ്രവീൺകുമാർ, കൺവീനർ അജീഷ് എന്നിവർ നേതൃത്വം നൽകി. നിരവധി പേരാണ് ആനയൂട്ട് കാണുവാൻ കിഴൂർ ശ്രീ കാർത്യായനി ദേവി ക്ഷേത്ര സന്നിധിയിൽ എത്തിയത്. CCTV ന്യൂസ്, കുന്നംകുളം. ഡിവൈഎഫ്ഐ കുന്നംകുളം വെസ്റ്റ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വകാര്യ ടെലികോം കമ്പനികളുടെ അമിതമായ നിരക്ക് വർധനയ്ക്കെതിരെ പ്രതിഷേധ പ്രകടനം നടത്തി. പഴഞ്ഞി ജെറൂസലേമിൽ നിന്ന് ആരംഭിച്ച പ്രകടനം ജെറൂസലേമിൽ തന്നെ സമാപിച്ചു. തുടർന്ന് നടന്ന യോഗം സ്റ്റുഡന്റ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ജില്ലാ പ്രസിഡന്റ് R വിഷ്ണു ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് MA യദുകൃഷ്ണൻ, സെക്രട്ടറി PJ ജ്യോതിസ്, ട്രഷറർ അഖില മുകേഷ് എന്നിവർ സംസാരിച്ചു. കമ്മിറ്റി അംഗങ്ങളായ ഹസൻ, ഷിനോസ്, നിതിൻ, ലെനിൻ, മിൻഡോ എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി.
കാട്ടുകാമ്പാൽ ഭഗവതി ക്ഷേത്രത്തിലെ 2022-23 ക്ഷേത്ര ഭരണസമിതി അംഗങ്ങൾക്ക് ഞായറാഴ്ച ചേർന്ന പൊതുയോഗം വിലക്കേർപ്പെടുത്തി. കഴിഞ്ഞ ഭരണസമിതി കാലത്ത് സാമ്പത്തിക ക്രമക്കേട് കണ്ടെത്തിയതിനെ തുടർന്നാണ് 21 അംഗങ്ങളെ 7 വർഷത്തേക്ക് വിലക്കാൻ പൊതുയോഗം തീരുമാനിച്ചത്. കഴിഞ്ഞ പൊതുയോഗത്തിൽ ഇവർക്കെതിരെ സാമ്പത്തിക ക്രമക്കേട് ചൂണ്ടിക്കാട്ടിയിരുന്നു. തുടർന്ന് തിരഞ്ഞെടുപ്പോടെയാണ് പുതിയ ഭരണസമിതി അധികാരത്തിൽ വന്നത്. ഈ പൊതുയോഗത്തിൽ പുതിയ ഭരണസമിതിയോട് ഓഡിറ്ററെ നിയമിച്ച് കണക്കുകൾ പരിശോധിക്കാനും തീരുമാനമെടുത്തിരുന്നു. ഓഡിറ്റ് റിപ്പോർട്ട് പ്രകാരം 2,42,000 രൂപയുടെ ക്രമക്കേട് കണ്ടെത്തി. കൂടാതെ ക്ഷേത്രത്തിലേക്ക് വഴിപാടായി ലഭിച്ചിരുന്ന സ്വർണ്ണവകകളിലും ക്രമക്കേട് കണ്ടെത്തിയിരുന്നു. ഇതേ തുടർന്നാണ് ഞായറാഴ്ച പ്രത്യേക പൊതുയോഗം വിളിച്ചത്. സാമ്പത്തിക ക്രമക്കേടിൽ 1,72,000 രൂപ മുൻ കമ്മിറ്റി തിരിച്ചുവച്ചിട്ടുണ്ട്. ബാക്കി തുക 6 മാസത്തിനുള്ളിൽ തിരിച്ചേൽപ്പിക്കാനും പൊതുയോഗം തീരുമാനമെടുത്തിട്ടുണ്ട്. വിലക്കേർപ്പെടുത്തിയവർക്ക് അംഗത്വത്തിൽ തുടരുന്നതിന് തടസ്സമില്ലെന്നും എന്നാൽ ഭരണസമിതിയുടെ ചുമതലകളിൽ വരുന്നതിന് 7 വർഷത്തേക്ക് വിലക്കാണ് പൊതുയോഗം തീരുമാനിച്ചതെന്ന് നിലവിലെ ഭരണസമിതി പ്രസിഡന്റ് KB സുദീപ് കുമാർ, സെക്രട്ടറി സഞ്ജയ് രാധാകൃഷ്ണൻ തുടങ്ങിയവരടങ്ങിയ കമ്മിറ്റി അറിയിച്ചു. CCTV ന്യൂസ് പെരുമ്പിലാവ്. വ്യാപാരി വ്യവസായി സമിതി തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ വ്യാപാരമിത്ര മരണാനന്തര സഹായം അത്താണി യൂണിറ്റിലെ ജയകുമാറിന്റെ കുടുംബത്തിന് കുന്നംകുളം MLA AC മൊയ്തീൻ കൈമാറി. 5 ലക്ഷം രൂപയുടെ ചെക്കാണ് കുടുംബാംഗങ്ങൾക്ക് നൽകിയത്. സമിതി ജില്ലാ പ്രസിഡന്റ് വിജയ് ഹരി അധ്യക്ഷത വഹിച്ചു. സമിതി ജില്ലാ സെക്രട്ടറി മിൽട്ടൺ J തലക്കോട്ടൂർ മുഖ്യപ്രഭാഷണം നടത്തി. വടക്കാഞ്ചേരി നഗരസഭാ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MR അനൂപ് കിഷോർ, ബ്യൂട്ടി പാർലർ സമിതി സംസ്ഥാന പ്രസിഡന്റും സമിതി സംസ്ഥാന കമ്മിറ്റി അംഗവുമായ ബിന്ദു സജി, പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ സംഘം പ്രസിഡന്റ് സുരേഷ് ബാബു മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. കണ്ടാണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, PMAYG എന്നീ കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട പരാതികളിൽ സത്വര നടപടികൾ സ്വീകരിക്കുന്നതിനും സുതാര്യവും നീതിപൂർവമാക്കുന്നതിനുമായി ജില്ലാ ഓംബുഡ്സ്മാൻ അബ്ദുൾ അസീസ് പഞ്ചായത്ത് ഓഫീസിൽ സിറ്റിംഗ് നടത്തി. പഞ്ചായത്തിലെ EK നയനാർ സ്മാരക കോൺഫറൻസ് ഹാളിൽ ചേർന്ന സിറ്റിംഗിൽ വൈസ് പ്രസിഡന്റ് NS ധനൻ അധ്യക്ഷനായി. വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഷക്കീല ഷമീർ, ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ NA ബാലചന്ദ്രൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ നിവ്യ റനീഷ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അഡ്വക്കേറ്റ് PV നിവാസ്, രാജീവ് വേണു, PK അസീസ്, TO ജോയ്, ജയൻ പാണ്ഡ്യത്ത്, ശരത് രാമനുണ്ണി, രമാ ബാബു, AA കൃഷ്ണൻ, ജയന്തി ടീച്ചർ, ഷീബ മോഹനൻ, ചൊവ്വനൂർ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി KM വിനീത്, ബ്ലോക്ക് പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ജുജു, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി നരേന്ദ്രനാഥ്, അസിസ്റ്റന്റ് സെക്രട്ടറി K മനോജ്, ബ്ലോക്ക് എക്സ്റ്റൻഷൻ ഓഫീസർ MM നാസു, VEOമാരായ ബൈജു, വിവേക്, CDS ചെയർപേഴ്സൺ പുഷ്പലത സുധാകരൻ, തൊഴിലുറപ്പ് പദ്ധതി ബ്ലോക്ക് അക്രഡിറ്റഡ് എഞ്ചിനീയർ അഞ്ജു P ജൂലിയസ്, തൊഴിലുറപ്പ് പദ്ധതി അക്രഡിറ്റഡ് എഞ്ചിനീയർ VV രേഷ്മ, ഓവർസിയർ VA അരുൺ, അക്കൗണ്ടന്റുമാരായ TK ജിനി, സുഷ രാജീവ് എന്നിവർ സിറ്റിംഗിൽ സംബന്ധിച്ചു. തൊഴിലുറപ്പ് തൊഴിലാളികൾ, പൊതുജനങ്ങൾ, വിജിലൻസ് മോണിറ്ററിംഗ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവരും സിറ്റിംഗിൽ പങ്കെടുത്തു. CCTV ന്യൂസ് കേച്ചേരി. പയ്യൂർക്കാവ് ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന് തുടക്കമായി. ജൂലൈ 16 മുതൽ ഓഗസ്റ്റ് 16 വരെ ദിവസവും രാവിലെ 7 മണി മുതൽ ക്ഷേത്രത്തിൽ രാമായണ പാരായണവും വൈകിട്ട് 6 മണി മുതൽ നാമജപവും ഉണ്ടാകും. രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി ഭഗവത് സേവയും ഗണപതി ഹോമവും ഭക്തജനങ്ങൾക്കായി വഴിപാടായി കഴിക്കുന്നതിന് ക്ഷേത്രത്തിൽ സൗകര്യമൊരുക്കിയിട്ടുണ്ട്. ജൂലൈ 26, 27, 28 തീയതികളിൽ മുറജപം, വാരം എന്നീ ചടങ്ങുകൾ നടക്കും. ചടങ്ങുകൾക്ക് കാർലി മനക്കൽ ഗോവിന്ദൻ തിരുമേനി മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഓഗസ്റ്റ് 11 ഞായറാഴ്ച ഇല്ലംനിറ, മഹാഗണപതി ഹോമം എന്നിവയുണ്ടാകും. രാവിലെ 5 മുതൽ 7:30 വരെ ഗണപതി ഹോമവും തുടർന്ന് 8:30 ഇല്ലംനിറയും നടക്കും. ചടങ്ങുകൾക്ക് ക്ഷേത്രം ശാന്തി രാജൻ എമ്പ്രാന്തിരി മുഖ്യ കാർമ്മികത്വം വഹിക്കും. പഴഞ്ഞി അരുവായി ചിറവരമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച മുതൽ രാമായണ മാസാചരണ ചടങ്ങുകൾക്ക് തുടക്കമായി. ചൊവ്വാഴ്ച അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, കൂട്ടുമഹാഗണപതി ഹോമം, ഭഗവത് സേവ, ഗുരുവായൂർ വവിത ടീച്ചറുടെ നേതൃത്വത്തിൽ രാമായണ പാരായണം, രാമായണ പ്രഭാഷണം എന്നിവ നടക്കും. മണികണ്ഠൻ ഗുരുവായൂർ ഭാഗവതാചാര്യനാകും. ജൂലൈ 25 ശ്രീരാമ പട്ടാഭിഷേകവും തുടർന്ന് പ്രസാദഊട്ടോടെ ചടങ്ങുകൾ സമാപിക്കും. നാമജപ സമിതിയുടെ നേതൃത്വത്തിൽ 30 വെള്ളിയാഴ്ച പത്തിലക്കറിയും കഞ്ഞിയും കനകപ്പൊടി വിതരണവും നടക്കും. 1 മാസത്തിലേറെയായി പ്രധാന ഓഫീസർ ഇല്ല. എരനല്ലൂർ വില്ലേജ് ഓഫീസിന്റെ പ്രവർത്തനം താളം തെറ്റുന്നു. സാധാരണക്കാരൻ എന്തിനും ഏതിനും ആശ്രയിക്കുന്ന സർക്കാർ ഓഫീസായ വില്ലേജിൽ പ്രധാന ഉദ്യോഗസ്ഥനില്ലാതായിട്ട് 1 മാസം പിന്നിടുമ്പോഴും പുതിയ ഉദ്യോഗസ്ഥനെ നിയമിക്കാൻ അധികാരികളുടെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയും ഉണ്ടാകാത്തതിനാൽ ജനങ്ങൾ വലയുകയാണ്. വിവിധ ആവശ്യങ്ങൾക്കായുള്ള സർട്ടിഫിക്കറ്റുകൾക്ക് ജനങ്ങൾ ആശ്രയിക്കുന്നതാണ് വില്ലേജ് ഓഫീസുകൾ. അക്ഷയ കേന്ദ്രങ്ങൾ വഴി ഓൺലൈനായി അപേക്ഷ നൽകാനുള്ള സൗകര്യമുണ്ടെങ്കിലും പ്രായമായവരിൽ പലരും ഇപ്പോഴും ഓഫീസുകളിൽ നേരിട്ടെത്തി അപേക്ഷകൾ നൽകുന്ന പതിവ് തുടരുകയാണ്. ഇത്തരത്തിൽ പ്രായമായവർ ഒരു സർട്ടിഫിക്കറ്റ് ലഭിക്കാൻ പലവട്ടം ഓഫീസ് കയറിയിറങ്ങേണ്ട സ്ഥിതിയാണുള്ളത്.
എരനെല്ലൂർ വില്ലേജിലേക്ക് അടിയന്തരമായി ഓഫീസറെ നിയമിക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. ആളൂർ വില്ലേജ് ഓഫീസർക്ക് പകരം ചുമതല നൽകിയിട്ടുണ്ടെങ്കിലും മുഴുവൻ സമയങ്ങളിലുമില്ലാത്തത് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. CCTV ന്യൂസ്, കേച്ചേരി. സ്വകാര്യ ടെലികോം കമ്പനികളുടെ നിരക്ക് വർധനവിനെതിരെ ഡിവൈഎഫ്ഐ കുന്നംകുളം ഈസ്റ്റ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യുവജന പ്രതിഷേധം സംഘടിപ്പിച്ചു. നഗരകേന്ദ്രത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധ സമരം ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം ഫസീല തരകത്ത് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് NS ജിഷ്ണു അധ്യക്ഷനായി. ഈസ്റ്റ് ബ്ലോക്ക് സെക്രട്ടറി KA സൈഫുദ്ദീൻ, വെസ്റ്റ് ബ്ലോക്ക് സെക്രട്ടറി ജ്യോതിസ്, മുൻ ജില്ലാ കമ്മിറ്റി അംഗം TA ഫൈസൽ, ഈസ്റ്റ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സച്ചിൻ പ്രകാശ്, ബ്ലോക്ക് കമ്മിറ്റി അംഗം ബിനു ജോൺസൺ എന്നിവർ സംസാരിച്ചു. നേതാക്കളായ ജിജിൽ പൈനിത്തടം, സഹല, സുവീഷ് കണ്ടാണശ്ശേരി എന്നിവർ യുവജന പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. ഓണത്തിന് ഒരു കുട്ടപ്പൂവ് എന്ന ലക്ഷ്യവുമായി തൊഴിയൂർ CMUP സ്കൂളിൽ ചെണ്ടുമല്ലി കൃഷിക്ക് തുടക്കമായി. സ്കൂളിലെ PTA-യുടെയും വിദ്യാർത്ഥികളുടെയും നേതൃത്വത്തിലാണ് കോമ്പൗണ്ടിലെ പല ഭാഗങ്ങളിലായി ചെണ്ടുമല്ലി കൃഷി ആരംഭിച്ചത്. വാർഡ് കൌൺസിലർ സുഹറ ഹംസമോൻ ചെണ്ടുമല്ലി ചെടി നട്ട് ഉദ്ഘാടനം നിർവഹിച്ചു. കുന്നംകുളം നഗരസഭാ കൌൺസിലർ പുഷ്പ മുരളി മുഖ്യാതിഥിയായി. സ്കൂൾ പ്രധാന അധ്യാപിക സ്റ്റെനി K സ്റ്റീഫൻ അധ്യക്ഷത വഹിച്ചു. PTA പ്രസിഡന്റ് KV നിർമ്മലൻ, വൈസ് പ്രസിഡന്റ് T രമേശ്, അധ്യാപകർ എന്നിവർ സംസാരിച്ചു. സ്കൂളിൽ തന്നെ നട്ടുവളർത്തുന്ന ചെടികളിൽ നിന്നുള്ള പൂക്കൾ ലഭ്യമാക്കിക്കൊണ്ട് ഓണസമയങ്ങളിൽ പൂക്കളം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പൂക്കൃഷിക്ക് ആരംഭം കുറിച്ചിട്ടുള്ളത്. ചെണ്ടുമല്ലി കൃഷിക്കൊപ്പം മറ്റു പല പൂച്ചെടികളും വെച്ച് പിടിപ്പിച്ച് വിളവെടുപ്പ് ആവേശമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് തൊഴിയൂർ CMUP സ്കൂൾ അധികൃതർ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭണ്ഡാരം വരവായി 4,72,69,284 രൂപയും 2 കിലോ 133 ഗ്രാം 500 മില്ലിഗ്രാം സ്വർണവും 10 കിലോ 340 ഗ്രാം വെള്ളിയും ലഭിച്ചു. കേന്ദ്ര സർക്കാർ പിൻവലിച്ച 2000 രൂപയുടെ 15ഉം നിരോധിച്ച 1000 രൂപയുടെ 5ഉം 500ന്റെ 48 കറൻസികളും ഉണ്ടായിരുന്നു. ഇന്ത്യൻ ബാങ്ക് ഗുരുവായൂർ ശാഖയ്ക്കായിരുന്നു എണ്ണൽ ചുമതല. ഇതിനു പുറമെ ഈ ഭണ്ഡാരം വഴി 3,50,212 രൂപയും ലഭിച്ചു. കടവല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കടവല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ്, ഖാദി പ്രസ്ഥാനത്തിന്റെ നേതാവുമായിരുന്ന V കേശവൻ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. KPCC മെമ്പർ ജോസഫ് ചാലിശ്ശേരി മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുരേഷ് മമ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറിമാരായ VK രഘുസ്വാമി, CI ET മാത്യു, ബിജോയ് ബാബു, കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാജീവ്, മുൻ ബ്ലോക്ക് പ്രസിഡന്റ് K ജയശങ്കർ, ഷറഫു പന്നിത്തടം തുടങ്ങിയവർ സംസാരിച്ചു. ഇസ്ലാമിക കലണ്ടർ പ്രകാരം വിശുദ്ധ മാസമായ മുഹറം മാസത്തിലെ അതിപ്രധാനമായ 9-10 നോമ്പാചരിച്ച് വിശ്വാസികൾ. റമദാൻ വ്രതം കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠപ്പെട്ട നോമ്പാണ് മുഹറം മാസത്തിലെ 9-10 നോമ്പ്. മുഹറത്തിലെ വളരെ പവിത്രമായ ദിനമാണ് ആശുറ അഥവാ മുഹറം 10. കേരളത്തിലെ മാസപ്പിറവിയുടെ അടിസ്ഥാനത്തിൽ മുഹറം 9 താസൂറ ചൊവ്വാഴ്ചയും 10 ആശുറ ബുധനാഴ്ചയുമാണ്. യുദ്ധങ്ങളും സംഘർഷങ്ങളും അരങ്ങേറിയ ജാഹിലിയ യുഗത്തിലും വളരെ പവിത്രത മുഹറം മാസത്തിന് നൽകിയിരുന്നതായി ചരിത്രത്തിലുണ്ട്. ഇസ്ലാം നിയമമനുസരിച്ച് യുദ്ധം നിരോധിക്കപ്പെട്ട 4 മാസങ്ങളിൽ ഒന്നാണ് മുഹറം. ആദ്യ പ്രവാചകൻ ആദം നബി മുതൽ മുഹമ്മദ് നബി വരെയുള്ള പല നബിമാരുടെയും ജീവിതത്തിലെ അവിസ്മരണീയ സംഭവങ്ങൾക്ക് അള്ളാഹു തിരഞ്ഞെടുത്തത് ഈ ദിവസത്തെയാണ്. പ്രവാചകന്മാരെ വിവിധ പരീക്ഷണങ്ങളിൽ നിന്നും ശത്രുശല്യങ്ങളിൽ നിന്നും മറ്റും രക്ഷപ്പെടുത്തിയ ദിവസമാണിത്. ആദം നബിയുടെ പശ്ചാത്താപം അള്ളാഹു സ്വീകരിച്ചതും മഹാനായ ഇദ്രീസ് നബിയെ 4ാം ആകാശത്തേക്ക് അള്ളാഹു ഉയർത്തിയതും നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിൽ നിന്നും പ്രവാചകൻ ഇബ്രാഹിമിനെ രക്ഷിച്ചതും പ്രളയകാലത്ത് നൂഹ് നബിയെയും അനുയായികളെയും കപ്പലിൽ കയറ്റി രക്ഷിച്ചതും ഈ മാസത്തിലാണ്. മുഹറം മാസത്തിൽ നോമ്പെടുക്കൽ വളരെ പുണ്യമുള്ള കാര്യമാണെന്ന് പ്രവാചകൻ പറയുന്നു. മുഹറം 10 മാത്രമല്ല 9 അസാധ്യമെങ്കിൽ 11 നോമ്പെടുത്ത് ഇരട്ടയായി അവസാനിപ്പിക്കൽ സുന്നത്താണെന്നുകൂടി ചരിത്രത്താളുകളിൽ വ്യക്തമാക്കുന്നുണ്ട്. ആദ്യ 10 മുഴുവൻ നോമ്പ് പുണ്യമുള്ള ദിനങ്ങളുമാണ്. ഒരു നോമ്പിന് 30 നോമ്പിന്റെ പുണ്യം ലഭിക്കുമെന്നും പല പണ്ഡിതരും പറഞ്ഞിട്ടുണ്ട്. ഓരോ ഇസ്ലാം മതവിശ്വാസികളും ജീവിതത്തിലെ തെറ്റുകളെയും പോരായ്മകളെയും വിലയിരുത്തി സൽപ്രവർത്തനങ്ങൾ അനുഷ്ഠിക്കാനൊരുങ്ങുന്ന പുതുവർഷമാണ് മുഹറം. ഇതിന്റെ ഭാഗമായി പ്രത്യേക പ്രാർത്ഥനകളും അനുസ്മരണ പ്രഭാഷണങ്ങളും നടത്തിവരാറുണ്ട്. CCTV ന്യൂസ്, പുന്നയൂർകുളം. കേരള ഖാദി അസോസിയേഷൻ മുൻ സെക്രട്ടറിയും ഖാദി ഫെഡറേഷൻ മുൻ പ്രസിഡന്റും കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റുമായിരുന്ന V കേശവൻ മാസ്റ്ററുടെ 1ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് എരുമപ്പെട്ടി ഖാദി കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. കോൺഗ്രസ് മുൻ ബ്ലോക്ക് പ്രസിഡന്റ് K ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് മെമ്പർ MC ഐജു അധ്യക്ഷത വഹിച്ചു. TU ഉദയകുമാർ, MK രഘു, K അഭിലാഷ്, മുരളീധരൻ അമ്പലപ്പാട്ട്, അജു നെല്ലുവായ്, NK കബീർ, KR രാധിക തുടങ്ങിയവർ സംസാരിച്ചു.
വേലൂർ ശ്രീ വിഘ്നേശ്വര സെൻട്രൽ സ്കൂളിൽ 10ാം ക്ലാസ് CBSE പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവരെ അനുമോദിച്ചു. മെറിറ്റ് ഡേയും സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചവർക്കുള്ള സ്ഥാനാരോഹണവും പഞ്ചായത്ത് പ്രസിഡന്റ് TR ശോഭി ഉദ്ഘാടനം ചെയ്തു. റിട്ടയേർഡ് വേൾഡ് ബാങ്ക് ഉദ്യോഗസ്ഥനും പ്രശസ്ത സിവിൽ സർവീസ് കോച്ചുമായ നടരാജ് സുബ്രഹ്മണ്യൻ മുഖ്യപ്രഭാഷണം നടത്തി. മഞ്ഞപ്ര ശ്രീരാമകൃഷ്ണാശ്രമ മഠാധിപതി ശ്രീമദ് പൂർണ്ണാനന്ദ സ്വാമികൾ അനുഗ്രഹ പ്രഭാഷണം നടത്തി. വിദ്യാലയ വികസന സമിതി പ്രസിഡന്റ് K. അശോകൻ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം വിജിനി ഗോപി, സ്കൂൾ പ്രിൻസിപ്പാൾ സജീവ് കുമാർ, സ്കൂൾ മാനേജർ ശ്രുതി സജീവ്, വിദ്യാലയ വികസന സമിതി ഉപാധ്യക്ഷ ലക്ഷ്മിക്കുട്ടി ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു. കടവല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് മുൻ പ്രസിഡന്റും കേരള ഖാദി അസോസിയേഷൻ മുൻ സെക്രട്ടറിയും ഖാദി ഫെഡറേഷൻ മുൻ പ്രസിഡന്റുമായ V. കേശവൻ മാസ്റ്ററുടെ 1ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് കോൺഗ്രസ് എരുമപ്പെട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരണ സമ്മേളനവും പുഷ്പാർച്ചനയും സംഘടിപ്പിച്ചു. മണ്ഡലം പ്രസിഡന്റ് മുരളീധരൻ അമ്പലപ്പാട്ട് അധ്യക്ഷത വഹിച്ചു. കടവല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ MA ഉസ്മാൻ, CG ജോൺ, TN നമ്പീശൻ, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സെഫീന അസീസ്, NK കബീർ, K. ഗോവിന്ദൻകുട്ടി, ചന്ദ്രപ്രകാശ് ഇടമന, അജേഷ് നെല്ലുവായ്, KR രാധിക തുടങ്ങിയവർ സംസാരിച്ചു. എരുമപ്പെട്ടി പഞ്ചായത്ത് മൾട്ടിപർപ്പസ് സഹകരണ സംഘം ഭരണസമിതി അംഗമായിരുന്ന V. കേശവൻ മാസ്റ്ററുടെ 1ാം ചരമവാർഷിക ദിനം ആചരിച്ചു. എരുമപ്പെട്ടി പഞ്ചായത്ത് മൾട്ടിപർപ്പസ് സഹകരണ സംഘത്തിൽ നടന്ന ചടങ്ങിൽ കേശവൻ മാസ്റ്ററുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി. ഭരണസമിതി അംഗവും മുൻ മണ്ഡലം പ്രസിഡന്റുമായ MA ഉസ്മാൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. തുടർന്ന് ഭരണസമിതി അംഗങ്ങളായ CP ചാക്കുണ്ണി, CG ജോൺ, KG വിനോദിനി, KR രാധിക, സംഘം ജീവനക്കാർ തുടങ്ങിയവർ പുഷ്പാർച്ചന നടത്തി. പുന്നാശ്രീ അയ്യപ്പ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ഭദ്രകാളിക്ക് ദേശക്കുരുതിയും പൂമൂടലും ഭഗവതിക്കളവും നടന്നു. ഗുരുവായൂർ തന്ത്രി ഡോക്ടർ ബ്രഹ്മശ്രീ ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പ്രശസ്ത കളംപാട്ട് കലാകാരൻ അടാട്ട് പീതാംബരന്റെ നേതൃത്വത്തിൽ ഭഗവതി കളംപാട്ട് നടത്തി. തിടപ്പള്ളിയുടെയും ചുറ്റമ്പലത്തിന്റെയും നിർമ്മാണ പ്രവർത്തനങ്ങളും ക്ഷേത്രത്തിൽ പുരോഗമിക്കുകയാണ്. ക്ഷേത്രം രക്ഷാധികാരി മോഹൻദാസ് ചേലനാട്ട്, പ്രസിഡന്റ് P. യതീന്ദ്രദാസ്, ഭാരവാഹികളായ V. പ്രേംകുമാർ, KS സന്ദീപ്, VS സിദ്ധാർത്ഥൻ, PC വേലായുധൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. പുന്നേർകുളം ചെറായി ക്രിയേറ്റീവ് സാംസ്കാരിക വേദി വായനശാലയുടെ നേതൃത്വത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്രിയേറ്റീവ് വായനശാലയിൽ നടത്തിയ ചടങ്ങ് വാർഡ് മെമ്പർ ശോഭ പ്രേമൻ ഉദ്ഘാടനം ചെയ്തു. വേദി പ്രസിഡന്റ് VJ വിഷ്ണു അധ്യക്ഷത വഹിച്ചു. ലൈബ്രറിയൻ പ്രവ്യ പ്രബീൻ സ്വാഗതം പറഞ്ഞു. ഡോക്ടർ മുഹമ്മദ് ഹാസിർ മഴക്കാല ആരോഗ്യ സംരക്ഷണത്തെക്കുറിച്ച് ക്ലാസ് എടുത്തു. സ്റ്റാഫ് നഴ്സ് ഷൈമ ദിവാകരൻ, ICTC കൌൺസിലർ KS നീതുമോൾ, ക്രിയേറ്റീവ് ഭാരവാഹികളായ KS രാഹുൽ, MS ശരത്ത് തുടങ്ങിയവർ സംസാരിച്ചു. കഴിഞ്ഞ ദിവസം അന്തരിച്ച റിട്ടയേർഡ് ASI കുട്ടിരായന്റെ ഭൗതിക ശരീരം ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കരിച്ചു. 56 വർഷത്തെ സ്തുത്യർഹ സേവനത്തിന് ശേഷം വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ നിന്നും വിരമിച്ച കുട്ടിരായന് അന്തിമോപചാരം അർപ്പിക്കാൻ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിരവധി പേർ എത്തിച്ചേർന്നു. സർവീസ് കാലയളവിൽ ചേലക്കര, പഴയന്നൂർ, എരുമപ്പെട്ടി, കുന്നംകുളം സ്റ്റേഷനുകളിൽ പോലീസ് കോൺസ്റ്റബിളായും 2006-2007 കാലഘട്ടത്തിൽ വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസായും ജോലി ചെയ്തിട്ടുണ്ട്. വൃക്കരോഗം ബാധിച്ച് ദീർഘകാലം ചികിത്സയിലായിരുന്നു. തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് മരണം സംഭവിച്ചത്. എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് S. വസന്തലാൽ, കോൺഗ്രസ് നേതാവ് ചന്ദ്രപ്രകാശ് ഇടമന തുടങ്ങി നിരവധി പേർ പുഷ്പചക്രം സമർപ്പിച്ചു. പോർക്കുളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 1ാം ചരമവാർഷികാചരണവും അനുസ്മരണ സമ്മേളനവും വ്യാഴാഴ്ച നടക്കും. രാവിലെ 8 മണിക്ക് പുഷ്പാർച്ചനയ്ക്ക് ശേഷം നടക്കുന്ന അനുസ്മരണ യോഗം പോർക്കുളം കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് BV ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് പ്രൊഫസർ രാധാകൃഷ്ണൻ മാസ്റ്റർ അനുസ്മരണ പ്രഭാഷണം നടത്തും. ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി തമ്പി മാസ്റ്റർ, പോർക്കുളം സഹകരണ ബാങ്ക് പ്രസിഡന്റ് KK മോഹൻ റോയ്, പോർക്കുളം പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് KA ജ്യോതിഷ്, പ്രവീൺ കുമാർ തുടങ്ങിയവർ പങ്കെടുക്കും. ചരമവാർഷികത്തിന്റെ ഭാഗമായി ചൊവ്വന്നൂർ മെറീന ഹോമിലെ അന്തേവാസികൾക്ക് വിഭവസമൃദ്ധമായ ഉച്ചഭക്ഷണവും നൽകും.
പുനേർ ശ്രീ പാവിട്ടക്കുളങ്ങര ശിവഭദ്ര ക്ഷേത്രത്തിൽ അഷ്ടമംഗല ദേവപ്രശ്നം ആരംഭിച്ചു. ബുധനാഴ്ച രാവിലെ ക്ഷേത്രം സന്നിധിയിൽ പ്രശസ്ത ജ്യോതിഷ പണ്ഡിതൻ മറ്റം ജയകൃഷ്ണ പണിക്കരുടെ നേതൃത്വത്തിൽ പാലൂർ കളരി പുലാമന്തോൾ വിഷ്ണുദാസ് പണിക്കർ, മലയം കുളങ്ങള കളരി കോടത്തൂർ പ്രശാന്ത് പണിക്കർ, പുന്നയൂർ കളരിക്കൽ രഘുനന്ദന പണിക്കർ എന്നിവർ അടങ്ങുന്ന സംഘമാണ് അഷ്ടമംഗല ദേവപ്രശ്നം നടത്തിയത്. ക്ഷേത്രം തന്ത്രി പഴങ്ങാംപറമ്പ് മനകൃഷ്ണൻ നമ്പൂതിരി, മേൽശാന്തി ശരത്ത് നമ്പൂതിരി, ക്ഷേത്രം ഊരാളൻ അപ്പു മൂസത്ത്, ക്ഷേത്രം ഭാരവാഹികളായ വിജയൻ കാരയിൽ, ദയാനന്ദൻ മാമ്പുള്ളി, മോഹനൻ ഈച്ചിത്തറ, ബാബു മുകുന്ദൻ ഇളയച്ചാട്ടിൽ, അപ്പു പെരുവഴിപ്പുറത്ത് തുടങ്ങിയവരും ഭക്തജനങ്ങളും പങ്കെടുത്തു. SSF മന്നലാംകുന്ന് സെക്ടർ സാഹിത്യോത്സവം സംഘടിപ്പിച്ചു. 2 ദിവസങ്ങളിലായി അണ്ടത്തോട് തങ്ങൾപടിയിൽ വെച്ചായിരുന്നു സാഹിത്യോത്സവം നടത്തിയത്. മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് അബു മണ്ണായിക്കൽ ഉദ്ഘാടനം ചെയ്തു. ഫായിസ് മിസ്ബാഹി, റാഷിദ് സഖാഫി അഗലാട്, താജുദ്ദീൻ അൽ അമീൻ തങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ ഇനങ്ങളിലായി 200ഓളം സർഗപ്രതിഭകൾ പങ്കെടുത്തു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 6835 രൂപ, പവന് 54,680 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 100 രൂപ. ചരമം ചാലിശ്ശേരി പടിഞ്ഞാറെ പട്ടിശ്ശേരി താമസിക്കുന്ന നെച്ചിക്കൽപ്പടി പരേതനായ ചാത്തപ്പൻ ഭാര്യ കല്ലു എന്ന ചമ്മിണി നിര്യാതയായി 75 വയസ്സായിരുന്നു. സംസ്കാരം ഷൊർണൂർ ശാന്തി തീരത്ത് നടന്നു. സിദ്ധാർത്ഥൻ, ഹരിദാസൻ, സുരേഷ്, ഉഷ എന്നിവർ മക്കളാണ്. എരുമപ്പെട്ടി നെല്ലുവായി മങ്ങാട്ടുമഠം സരസ്വതി അമ്മാളുടെ സഹോദരി രുക്മണി അമ്മാൾ നിര്യാതയായി 82 വയസ്സായിരുന്നു. ഗണേഷ്, ഗിരീഷ് എന്നിവർ മക്കളാണ്. സംസ്കാരം നടത്തി. ചാലിശ്ശേരി പോലീസ് സ്റ്റേഷന് സമീപം കൊള്ളന്നൂർ പരേതനായ തേച്ചൻ മകൻ മോഹനൻ നിര്യാതനായി 62 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച രാവിലെ 9:30 സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളി സെമിത്തേരിയിൽ നടക്കും. ഷൈനി ഭാര്യയാണ്. എരുമപ്പെട്ടി കുണ്ടന്നൂർ ചുങ്കം മാച്ചാംപുള്ളി പരേതനായ കുഞ്ഞു സാഹിബ് മകൻ കുട്ടിരായൻ എന്ന കുഞ്ഞാപ്പു ഹാജി നിര്യാതനായി 72 വയസ്സായിരുന്നു. റിട്ടയേർഡ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ആയിരുന്നു പരേതൻ. സുഹറ ഭാര്യയും റഷീന, റിയാസ്, റംഷീദ് എന്നിവർ മക്കളുമാണ്. ഖബറടക്കം നടത്തി. കുന്നംകുളം പഴയ തൃശൂർ റോഡിൽ ചങ്ങാശ്ശേരി CB ഉമ്മർ നിര്യാതനായി 71 വയസ്സായിരുന്നു. ഖബറടക്കം വ്യാഴാഴ്ച രാവിലെ 10 മണിക്ക് വയലത്തൂർ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടക്കും. സുറീന ഭാര്യയാണ്. ജസ്നിത, അർജുൻ, നേഹ, പെർവീൻ എന്നിവർ മക്കളാണ്. പഴഞ്ഞി ചെറുതുരുത്തി മുദ്രംപറമ്പത്ത് വീട്ടിൽ ഗംഗാധരൻ നിര്യാതനായി 79 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച രാവിലെ 9:30 അയനൂർ ക്രിമിറ്റോറിയത്തിൽ നടക്കും. വിമല ഭാര്യയാണ്. ബിബിൻ, വിനീഷ് എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. H1N1 ബാധിച്ച് കുന്നംകുളത്ത് വീട്ടമ്മ മരിച്ചു. കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ പൊന്നാനി സ്വദേശിനി തരീക്കണക്കം വീട്ടിൽ അഹമ്മദ് അഷ്റഫിന്റെ ഭാര്യ 46 വയസ്സുള്ള സൈഫുന്നീസയാണ് മരിച്ചത്. തൃശൂർ കുറ്റിപ്പുറം റൂട്ടിൽ സ്വകാര്യ ബസ് ജീവനക്കാർ നടത്തുന്ന സമരം ഭാഗികം. ഗതാഗത യോഗ്യമല്ലാത്ത വിധം റോഡ് തകർന്നതിൽ പ്രതിഷേധിച്ച് ബുധനാഴ്ച ഈ റൂട്ടിൽ സ്വകാര്യ ബസ് ജീവനക്കാർ പ്രഖ്യാപിച്ച സമരത്തിൽ നിന്ന് ഒരു വിഭാഗം വിട്ടുനിന്നു. പണിമുടക്കിയ തൊഴിലാളികളുടെ നേതൃത്വത്തിൽ ചൂണ്ടൽ മുതൽ കൈപ്രമ്പ് വരെ പ്രതിഷേധ ജാഥ നടത്തി. ശക്തമായ മഴ തുടരുന്നു. വളയംകുളത്ത് ബസ് കാത്തിരിപ്പ് കേന്ദ്രം ശക്തമായ കാറ്റിൽ തകർന്നു. മഴക്കെടുതിയെ തുടർന്ന് വേലൂർ പഞ്ചായത്തിലെ 5 കുടുംബങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റി. ദുരിതാശ്വാസ ക്യാമ്പ് തുടങ്ങിയത് തയ്യൂർ സ്കൂളിൽ. അമേച്ചർ നാടകരംഗത്തും സാംസ്കാരിക പ്രവർത്തന രംഗത്തും സമാനതകളില്ലാത്ത പ്രവർത്തനം കാഴ്ചവെച്ച് അരങ്ങൊഴിഞ്ഞ ആത്രപ്പുള്ളി നാരായണന് നാട് യാത്രാമൊഴിയേകി. സമൂഹത്തിന്റെ നാനാതുറകളിലുള്ള നിരവധി പേർ അന്തിമോപചാരം അർപ്പിച്ചു. സംസ്കാരം ഗുരുവായൂർ നഗരസഭ ക്രിമിറ്റോറിയത്തിൽ നടന്നു. 60ന്റെ നിറവിൽ ശ്രീകൃഷ്ണ വജ്രജൂബിലി ആഘോഷങ്ങൾക്ക് പ്രൗഢഗംഭീര തുടക്കം. അരിയന്നൂർ കുന്നിൻമുകളിലെ ശ്രീകൃഷ്ണ കലാലയത്തിന്റെ 60ാം വാർഷികാഘോഷത്തിന് വൈവിധ്യമാർന്ന പരിപാടികളോടെയാണ് തുടക്കമായത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. കുന്നംകുളം, ചിറളയം,
ചെറുവള്ളി തെക്കൂട്ട് വീട്ടിൽ മുരളി മാസ്റ്ററുടെ 20ാം ചരമവാർഷികം ആചരിച്ചു. പരേതന്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ ദുഃഖാർത്തരായ കുടുംബാംഗങ്ങൾ. കൂനമൂച്ചി പനയ്ക്കൽ പൗലോസ് ഭാര്യ ഓമനയുടെ 10ാം ചരമവാർഷികം ആചരിക്കുന്നു. പരേതയുടെ ഓർമ്മയ്ക്ക് മുമ്പിൽ ദുഃഖാർത്തരായ കുടുംബാംഗങ്ങൾ.